സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട് ജില്ലയിൽ മാനന്തവാടി തലപ്പുഴക്ക് അടുത്താണുള്ളത്. ഇവിടെ നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2.5 ഏക്കർ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. 2.5 ഏക്കർ പ്രോപ്പർട്ടി മൊത്തമായും അതുപോലെ തന്നെ ഒരു 20 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് നമുക്ക് കൊടുക്കാൻ അവൈലബിൾ ആണ്. ബാക്കിയുള്ളത് കാണുക. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മളിന്നുള്ളത് ഞാൻ എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു പ്രോപ്പർട്ടി ഒരു ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് 20 സെൻറ്റ് മുതൽ 30 സെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പ്ലോട്ടുകളായി കൊടുക്കാൻ പറ്റുന്ന ലാൻഡ് ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൻ്റെ ആളുകൾക്ക് ഈ ലാൻഡ് കാണുന്ന ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ 2.5 ഏക്കറാണ് പ്രോപ്പർട്ടി ഇതിലുള്ളത് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ലേ, ഇങ്ങനെ ഒരു 2.5 ഏക്കർ ലാൻഡ്. ഈ 2.5 ഏക്കറിന് ആവശ്യാനുസരണം നമുക്ക് 20 സെൻറ്റ് മുതൽ നമുക്ക് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 30,000 രൂപ നെഗോഷ്യബിൾ അല്ല, 30 റുപ്യ തോതിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു 1.5 ഏക്കറോളം ഇതിൻ്റെ ഈ ഒരു ലെവലിലാണ് ഇതിൻ്റെ ലാൻഡ് ഉള്ളത്. കണ്ടില്ലേ, ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലാൻഡിൻ്റെ അവസാനം മുതലാണ് ഇപ്പോൾ ഞാൻ നടന്നു വരുന്നത്. തുടക്കത്തിൽ ഞാൻ ഇതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരുന്ന റോഡ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് റോഡും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നടന്ന് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്തുള്ളത് ഒരു എന്താ പറയുക, സാധാരണ മരങ്ങൾ, കവുങ്ങ്, തെങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ടൗണിൽ ഏകദേശം നമുക്ക് ഇവിടുന്ന് ഏകദേശം മാനന്തവാടി എന്ന് പറഞ്ഞ ടൗണുണ്ട്. ഈ ടൗണിലേക്ക് വരുന്ന ഏകദേശം നമുക്കൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. ഇതാണ് ഇവരാദ്യം ഇവിടെ താമസിച്ചിരുന്ന ഏരിയയാണ്. ഇവിടെ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഏകദേശം ഒരു 1.5 ഏക്കറോളം കുറച്ച് അധികം ചെരുവില്ലാത്ത ഒരു അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെരുവിലുള്ള ലാൻഡാണ്. ഇങ്ങോട്ട് കുറച്ച് ലാസ്റ്റിലേക്ക് കേട്ടോ. പിന്നെ ഞാനിത് ഫസ്റ്റിലേക്കാണ് ഇനി ഇവിടുന്ന് പോകുന്നത്. ഇതിൻ്റെ എൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ കാണുന്നത്, അതായത് ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ നിലവിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വയലും കാര്യങ്ങളും, വയൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ പെടില്ല. പിന്നെ അതിന് തൊട്ട് സൈഡിൽ തോട് കാര്യങ്ങൾ, നീരുറവ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് കശുമാവ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ മുതൽ നമുക്ക് ഏകദേശം ചെറിയൊരു സ്ലോപ്പ് വരുന്നുണ്ട്. കുറച്ച് ഹൈറ്റിലൊക്കെ വീട് കെട്ടുക, അല്ലെങ്കിൽ ഒരു എ ഫ്രെയിമോ ടെൻറ്റോ കാര്യങ്ങളൊക്കെ കെട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വരുന്നത്. കാരണം ഈ ഒരു ചെറിയൊരു ചെരുവും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയാണുള്ളത് കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇതിലേക്ക് വരുന്ന വഴി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു റോഡാണ്. ഇത് ഈ പ്രോപ്പർട്ടിയിലേക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡ്, മൺ റോഡാണ്. പിന്നെ ഈ ഒരു ചെരുവ് ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം ചെറിയ ചെരുവാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, മുകളിലേക്ക് കയറി നോക്കാൻ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജന്മ പട്ടയാണ്. അതുപോലെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വീട് കെട്ടുന്നതിന് വെച്ചിട്ടോ ഒന്നുമായിട്ട് ഒരു വിഷയം വരില്ല. ജന്മ പട്ടയാണ്. പിന്നെ നമുക്ക് ടാർ റോഡിൽ ആക്സസ് ആണ്. ഇപ്പോൾ ഞാൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റോഡ്. പിന്നെ ഇപ്പം പഞ്ചായത്ത്, നമ്മൾ ആ പ്രോപ്പർട്ടിൻ്റെ സ്റ്റാർട്ടിങ് വരെ പഞ്ചായത്ത് പിന്നെ അനുമതി ആയിട്ടുണ്ട് ഓൾറെഡി. കോൺക്രീറ്റോ കാര്യങ്ങളൊക്കെ വരും. പിന്നെ വെള്ളത്തിനൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഏരിയയാണ്. വെള്ളം ഇവിടെ ചെറിയൊരു കിണറോ കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന് സ്റ്റാർട്ടിങ്ങിലുള്ള ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണ്ണെടുത്ത് വീട് കെട്ടാൻ പറ്റിയ ഒരു സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെ ജാക്ക് ഫ്രൂട്ടിൻ്റെ മരങ്ങൾ, ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് അതിലൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഫോറസ്റ്റ് ചുറ്റുവട്ടങ്ങളിലെ ഫോറസ്റ്റ് ഇല്ല, ഉണ്ട്, കുറച്ച് മാറിയിട്ടൊക്കെയാണ് ഫോറസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് വന്യജീവികളെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഈ ഒരു തെളിഞ്ഞ് കിടക്കുന്ന ലാൻഡാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഞാനിവിടം വരെ കാറ് കൊണ്ടായിരിക്കും സാധാരണ ബൈക്ക് എടുത്തിട്ടാണ് വന്നത്. കാറെല്ലാം അത്യാവശ്യം ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. റോഡ് നന്നായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വണ്ടികളും കാര്യങ്ങളും, ഇപ്പം ഈ കട്ട അതുപോലെ വീടിന് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഏച്ചർ പോലത്തെ വണ്ടികളൊക്കെ നല്ല സൈറ്റിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം നടന്ന് നമ്മളെ പ്രോപ്പർട്ടി തീരാനായിട്ടുണ്ട്. ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടി തീരാനായിട്ടുണ്ട്. ഈ കാണുന്ന ഉണ്ടല്ലേ, ഇതാണിപ്പോൾ നമ്മൾ അതിര് വരുന്നത്. ഏകദേശം ഇവിടെ മുതൽ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ചെമ്പരത്തിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ മുകളിലേക്കാണ് ഇതിനൊരു അതിരും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്ത് വരെ നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ റോഡ് അവസാനിക്കുന്നുണ്ട്. അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് രേഖകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് ഈ റോഡ് ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം ആർക്കും താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ വീഡിയോ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. ഓക്കെ, അത്രയാണുള്ളത്. ഓക്കെ, താങ്ക് യു.